എൻ്റെ പേര് അലീന. ഞാൻ വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞങ്ങൾ മംഗലക്കൽ വാർഡിലാണുള്ളത്. ഇന്ന് ഞങ്ങളിവിടെ അഗ്രോ ക്ലിനിക് നടത്തി. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് മെമ്പർ ജയകുമാർ സാറിനോട് ചോദിക്കാം. സാർ, ഇന്ന് നമ്മൾ നടത്തിയ ക്ലിനിക്ക് കൊണ്ട് എന്തൊക്കെ ആണ് സാറിന് ഉണ്ടായത്? നമ്മുടെ പ്രദേശത്തെ കൃഷിക്കാർ, അതായത് മുൻകാലങ്ങളിൽ കൃഷി ചെയ്ത ആളുകളും അതേപോലെ തന്നെ പുതുതായി ഈ രംഗത്തേക്ക് വന്ന ആളുകൾക്കും ഒട്ടനവധി കാര്യങ്ങൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ ഒരുപാട് നാട്ടറിവ് നേടാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിങ്ങളാണ് പറയേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കർഷകർ നമുക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ ഉപരി അവർ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ മുൻകാലങ്ങളിൽ അവർ ചെയ്ത കൃഷി രീതിയെ സംബന്ധിച്ച് നിങ്ങളോട് സംവദിക്കുകയും എന്നാൽ ന്യൂനത കൃഷി മാർഗങ്ങൾ അത്യുത്തമമായ പുതിയ കൃഷി രീതികളെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങോട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാട്ടിൽ കാർഷിക രംഗത്തൊരു വലിയൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രദേശം കാർഷിക മേഖലയാണ്. കൃഷിയിലൂടെ കൃഷി ചെയ്ത് ഉപജീവന മാർഗം സ്വീകരിക്കുന്ന ആളുകളാണ് വളരെ അധികവും. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഏകദേശം കൃഷിക്കാരും ഈ ക്ലാസ്സിലേക്ക് രാവിലെ മുതൽ ഈ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം സശ്രദ്ധ കേട്ടു എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ അവർക്കുള്ള സംശയങ്ങൾ നിങ്ങൾ പരമാവധി ദൂരീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇനിയും ഒരു പരിപാടി വരുമ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഞങ്ങൾ എടുക്കാൻ ശ്രമിക്കാം, തെറ്റുകളൊക്കെ തിരുത്തി. അതായത് നിങ്ങൾ ഈ ഇവിടെ നിന്ന് ഈ കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് പോകുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി ഇത്തരത്തിലൊരു അവസരം ഒരുക്കി തരാം. നിങ്ങൾ വരണം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനിയിപ്പോൾ ഔദ്യോഗിക ജീവിതത്തിലേക്കാണ് പോകുന്നത്. ഈ 178 വിദ്യാർത്ഥികളും ഇന്ത്യയിലെ പല കൃഷിഭവനുകളിലും ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നിങ്ങൾ ഇനി കൂട്ടായി കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു അവസരം, സേവനം ഈ പ്രദേശത്ത് ഒരിക്കൽ കൂടി ഉണ്ടാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായ അഭ്യർത്ഥന. ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ പഴയ കൃഷി രീതികളാണോ അതോ പുതിയ കൃഷി രീതികളാണോ കൂടുതൽ നല്ലതെന്ന് തോന്നിയിട്ടുള്ളത്? പുതിയ കൃഷി രീതികളാണ്. ഇവിടെ മണ്ണിനെ സംബന്ധിച്ച് പണ്ടത്തെ മണ്ണിനേക്കാൾ ഒരുപാട് മാറ്റം ഇന്ന് മണ്ണിൻ്റെ ഘടനയിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? മണ്ണിനെ സംബന്ധിച്ച് നമുക്ക് പൂർണ്ണമായ അറിവുണ്ടായിരിക്കണം. മണ്ണിൽ എന്തൊക്കെ രാസവസ്തുക്കളുണ്ട്, അല്ലെങ്കിൽ മണ്ണിൻ്റെ ഘടന എന്താണ്, അത് നമ്മൾ ചെയ്യണം. മണ്ണ് പരിശോധന. മുൻകാലങ്ങളിലൊന്നും മണ്ണ് പരിശോധനയില്ല. മണ്ണിൽ കീടങ്ങളില്ല, രോഗങ്ങളില്ല. ഇന്ന് നമ്മളെ മണ്ണ് മൊത്തം നശിച്ചിരിക്കുകയാണ്. അപ്പം മണ്ണിൽ ജൈവാംശം എത്രയുണ്ട്, നൈട്രജൻ എത്രയുണ്ട്, ഫോസ്ഫറസ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് കൃഷിക്കാനും ചിലവ് കുറച്ച് നല്ല നിലയിൽ കൃഷി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ രോഗങ്ങളെ സംബന്ധിച്ച് പണ്ടത്തെ കൃഷിക്കാരന് എന്ത് രോഗമാണ് എന്നുള്ളത് അറിയില്ല. അതോടൊപ്പം തന്നെ ഈ നിയന്ത്രിക്കാനും അറിയില്ല. ഇന്ന് അതൊക്കെ കൃഷിക്കാർ നിങ്ങളിലൂടെ പഠിച്ചു, കൃഷി ഉദ്യോഗസ്ഥരിൽ നിന്ന് പഠിച്ചു. അതിനുശേഷം ആ രോഗങ്ങളെ നിയന്ത്രിക്കാനാവുന്ന നിർദ്ദേശം നിങ്ങളിൽ നിന്ന് കിട്ടുന്നു. കൃഷിക്കാരൻ അത് ചെയ്യുന്നു. അതിലൂടെ കൃഷി നല്ല നിലയിൽ നടക്കുന്നു. അതുകൂടെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത്. ഈ രാസവളങ്ങളുടെ ഉപയോഗം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് ഒരു വാഴ തന്നെ എടുക്കാൻ നോക്ക്, എത്ര നൈട്രജൻ, എത്ര ഫോസ്ഫറസ്, എത്ര പൊട്ടാഷ്യൻ്റെ അളവ് വേണം. വളരെ നേരത്തെ ലെവലിൽ മതിയാവും. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ 4 പ്രാവശ്യം 1/2 കിലോ വീതം ഈ നൈട്രജനും ഫോസ്ഫറസും ഇടും. 2 കിലോ വളം. അതിനകത്ത് നമ്മളെ ചെടിക്ക് കിട്ടുന്നത് എത്ര? വളരെ കുറഞ്ഞ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം വാഴയിപ്പോൾ വേണം. നിങ്ങൾ തന്നെ പറയുന്ന അളവനുസരിച്ച് ഇത്രയുടെ ആവശ്യമില്ല. അപ്പോൾ അത്രയും കൃഷി ചെലവ് എനിക്ക് കുറയല്ലേ? അപ്പോൾ അതൊക്കെ പുതിയ രീതി നമ്മൾ അവലംബിച്ചാൽ കൃഷി ലാഭകരമായി തന്നെ പോകാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷുറൻസിനെ സംബന്ധിച്ചൊക്കെ ആ നിലയിലൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രതിക്ഷോഭം വന്നു കഴിഞ്ഞാൽ കൃഷിക്കാരന് ഒരു നഷ്ടം ഉണ്ടാവില്ല. ഇനി നമ്മൾ ഫലം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും നമുക്ക് ഇൻഷുറൻസ് തുക കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്.